മിക്ക ആൾക്കാരും ഈ പറയുന്ന ദുർദേവത, ദുർശക്തി അല്ലെങ്കിൽ ഗുളികൻ എന്നൊക്കെ പറയുന്നത് പൂജയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങൾ എല്ലാം കൊണ്ടുതരും. പക്ഷെ ഇത് പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല. പലരെയും കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ പല അസുഖങ്ങളായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ചിലരുടെ കാല് കട്ടായി പോവും, കൈ കട്ടായി പോവും, പല പല സംഭവങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നെക്സ്റ്റ് ജനറേഷൻ നമ്മുടെ കുട്ടികളാണ് ഇത് അനുഭവിക്കുന്നത്. വളരെ പെട്ടെന്ന് കോടികളുടെ ആസ്തി, ലക്ഷറിയസ് ജീവിതം. ഇപ്പം ഒന്നുമില്ലല്ലോ. 10-20 വർഷം നമ്മൾ ഉപാസിച്ച് ജപിച്ച് നേടേണ്ട സിദ്ധി ഗുരുപ്രകാരം നമുക്ക് ദീക്ഷ തരുന്നു. ആ ദീക്ഷ തരുന്ന സമയത്ത് നമ്മൾ അത് താങ്ങാനുള്ള ശക്തി ഉണ്ടോ എന്ന് ഒരു ഗുരുവിന് അറിയാൻ പറ്റും. പ്രദീപേട്ടാ, നമ്മുടെ സോളിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മരണശേഷം അതിൻ്റെ കർമ്മങ്ങളൊക്കെ കിട്ടി അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അടുത്ത തലങ്ങളിലേക്ക് പോകാനായിരിക്കും ഇതിന് ആഗ്രഹം എന്ന് പറയുന്നത്. പലപ്പോഴും പലരും ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് എങ്കിൽ കർമ്മം ഞാൻ ചെയ്തതുകൊണ്ട് ഇവർ അടുത്ത തലങ്ങളിലേക്ക് എന്നെ വിട്ടു പോകും എന്നൊരു വിഷമം കൊണ്ട് ഇത് ചെയ്യാതിരിക്കുകയും ഇത്തരം കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് ഈ സോളിനെ നമ്മുടെ കൂടെ നിർത്തുകയും ചെയ്യും. ഞാൻ അടുത്തൊരു യോഗിയോട് അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, മരണശേഷം നമുക്ക് ഏറ്റവും ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഡെയിലി ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സോളിന് മറ്റു തലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. അത് നമ്മളോട് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതേപോലെ നമുക്ക് അതിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ബ്ലോക്ക് ചെയ്തിടുന്ന രീതിയാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു തലം മാറിയിട്ട് അതൊരു ഈവിൾ സ്പിരിറ്റായിട്ട് മാറും. പിന്നീട് അത് നിങ്ങൾക്ക് അത്രയും നാളും അനുഭവിച്ചുകൊണ്ടിരുന്ന നല്ല കാര്യത്തിന് പകരം നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് മോശമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത്തരത്തിൽ ഈവിൾ സ്പിരിറ്റിനെ ആരാധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഈവിൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പല രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ദുർശക്തി, ദുർദേവത, ഗുളികൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിക്ക ആൾക്കാരും ഈ പറയുന്ന ദുർദേവത, ദുർശക്തി അല്ലെങ്കിൽ ഗുളികൻ എന്നൊക്കെ പറയുന്നത് പൂജയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സാത്വികമായിട്ടുള്ള സംഭവങ്ങളല്ല അതൊന്നും. ഈ കൗളാചാരപ്രകാരം പലരും പല സംഭവങ്ങളും ചെയ്യുന്ന കേട്ടിട്ടുണ്ടല്ലോ. പലർക്കും ബലി കൊടുക്കുന്നു. അപ്പം അതിൽ നിന്ന് വളരെ പെട്ടെന്ന് ദുർദേവതമാർ എന്താ പറയുക പ്രീതിപ്പെടും. ആ പ്രീതിപ്പെടുന്നതിൽ നിന്ന് നമുക്ക് ആവശ്യമുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന അച്ചീവ്മെൻറ്റ്സിനെ ദുർദേവതയെ പ്രീതിപ്പെടുത്തി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് വളരെ വലുതാണ് ആതിര. നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു സംഭവം വലിയൊരു പൂജാരി വെച്ചൊക്കെ ചെയ്യുമ്പോൾ ഈ പൂജാരിയുടെ മിടുക്കോലായിരിക്കും അല്ലെങ്കിൽ ചെയ്യുന്ന ആളുടെ മിടുക്കോലായിരിക്കും ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കണം, എങ്ങനെ ചെയ്യണം, എന്ത് കൊടുത്താൽ പ്രീതിപ്പെടും എന്നുള്ളത്. അപ്പോൾ ചില ദുർദേവതമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ട ചില മെറ്റീരിയൽസ് ഉണ്ടാവും. ചിലർക്ക് വേണ്ടത് വർണ്ണശബളമായ നല്ല സാരികളായിരിക്കും, ചിലർക്ക് വേണ്ടത് വേറെ എന്തെങ്കിലും ആയിരിക്കും, ചിലത് കൗളാചാരമായ എന്തെങ്കിലും ഈ കുരുതി എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ചില ഫുഡായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കൊടുത്ത് പ്രീതിപ്പെടുത്തി ഇത് വന്ന് പിന്നെ ഈ മീഡിയത്തിൽ നിന്ന് പോവില്ല. പൂജാരി വളരെ സേഫായിട്ട് പോകും. പൂജാരി പല രീതിയിൽ ബന്ധനം ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പൂജാരിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങൾ എല്ലാം കൊണ്ടുതരും. പക്ഷെ ഇത് പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല. അതായത് ഇതിൻ്റെ ഒരു തിരിച്ചടി വളരെ വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ വളരെ അപ്പുറമാണ്. പിന്നെ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പല സോൾസിനെ ഇങ്ങനെ ചിന്തിച്ചിരുന്നിരുന്നിരുന്നിരുന്ന് സോൾസിൻ്റെ പ്രസൻസ് വന്ന് ഭ്രാന്തായി പോകും. നമുക്ക് നമ്മുടെ സമനില തെറ്റുന്നൊരവസ്ഥയിലേക്ക് വരും. പിന്നെ അതുപോലെയാണ് ഈ പല ദേവതമാരെ ഉപാസിക്കുന്ന ആൾക്കാരുണ്ട്. ദേവതാ സങ്കല്പം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നതൊന്നുമല്ല. പലരും വളരെ പ്രൗഢിയോടുകൂടി പറയും, ഞാൻ ലക്ഷ്മി നമ്മുടെ എന്താ പറയുക ശ്രീവിദ്യോപാസനാണെന്ന് പറയും. ശ്രീവിദ്യോപാസന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പീക്കാണ്. 10-20 വർഷം നമ്മൾ ഉപാസിച്ച് ജപിച്ച് നേടേണ്ട സിദ്ധി ഗുരുപ്രകാരം നമുക്ക് ദീക്ഷ തരുന്നു. ആ ദീക്ഷ തരുന്ന സമയത്ത് നമ്മൾ അത് താങ്ങാനുള്ള ശക്തി ഉണ്ടോ എന്ന് ഒരു ഗുരുവിന് അറിയാൻ പറ്റും. ശക്തിയില്ല. നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി, നമുക്ക് താങ്ങാൻ പറ്റില്ല. ഈവൻ ഭദ്രാളി അമ്മ പോലും നമ്മുടെ ബോഡിയുടെ എനർജി ലെവലിൽ താങ്ങാൻ കഴിയില്ല. പലരെയും കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ പല അസുഖങ്ങളായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ചിലരുടെ കാല് കട്ടായി പോവും, കൈ കട്ടായി പോവും, പല പല സംഭവങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്ത് ഈയിടയ്ക്ക് വിരലിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ വേറൊരു തലം അതൊക്കെ.
സോ അപ്പോൾ അത് വളരെ എന്താ പറയുക, നല്ല ഗുരുക്കന്മാരോടുകൂടി ഓരോ ആൾക്കാർക്കും ചെയ്യേണ്ട ദേവതാ സങ്കല്പങ്ങളുണ്ട്. എല്ലാവർക്കും ഇപ്പം ഞാൻ ചെയ്യുന്നതായിരിക്കില്ല ആതിര ചെയ്യേണ്ടത്, ആതിര ചെയ്യുന്നതല്ല വേറൊരാൾക്ക് ചെയ്യേണ്ടത്. സോ അപ്പോൾ ഈ പറയുന്ന ദേവതാ സങ്കല്പങ്ങളിലേക്ക് വരുമ്പോൾ വളരെ പവർഫുള്ളാണ്. പക്ഷേ അവിടെ അങ്ങനൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ അവിടെ മെറ്റീരിയൽ ലൈഫ് അല്ല കിട്ടുന്നത്. അവിടെ വേറെ രീതിയിലുള്ള പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ ആ ഒരു ഗൈഡൻസിൽ കൂടെ മുന്നോട്ട് ദേവിയെ ഉപാസിച്ച് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ ദേവതയെ ഉപാസിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ മെജോറിറ്റി ആൾക്കാരും ഈ ദുർദേവതയെ വിളിച്ചു വരുന്നത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബെനിഫിറ്റിന് വേണ്ടിയാണ്. ഒരു 10 ഏക്കർ ഭൂമി മേടിക്കണം, ചീപ്പ് റേറ്റിന് കിട്ടണം, ഡീൽ ചെയ്താ ദുർദേവതയെ വിളിച്ചു വരുത്തുന്നു, അത് അവർക്ക് നടക്കും. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വളരെ വലുതാണ്. പെട്ടെന്ന് പോകണമെന്നില്ല. ഇദ്ദേഹം സ്പെൻഡ് ചെയ്യുന്ന ടൈമും സ്പെൻഡ് ചെയ്യുന്ന പൈസയും, അല്ലെങ്കിൽ ഒരു അസറ്റ് മേടിച്ചു, പക്ഷേ ഇതൊക്കെ വളരെ പല രീതിയിൽ പല പ്രശ്നങ്ങളായിട്ട് പല സംഭവങ്ങളായിട്ട് പോകും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എന്താ പറയുക, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, ഇവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു എന്താ പറയുക ഒരു എൻ്റർപ്രണറുണ്ട്. വളരെ സാമ്പത്തികവും അല്ലെങ്കിൽ പേരിലും പ്രശസ്തിയിലും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇതുപോലൊരു സംഭവം ചെയ്തു. അദ്ദേഹം ഇന്നിപ്പോൾ ഏതൊരവസ്ഥയിലാണ്? നിങ്ങൾ കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവും ആരാണെന്ന്. പേര് ഞാൻ പോയിന്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല, ഒരാളെയും പേഴ്സണലി വിമർശിക്കാനും ഞാൻ ആരുമല്ല. അത് ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് വളർന്നു, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തതിനേക്കാൾ ലെവലിൽ. ഇതെങ്ങനെ? പക്ഷേ ആ വളർന്നതിനേക്കാളും അപ്പുറം അല്ലെങ്കിൽ ഒരാൾ വളരുന്നതിന് എന്താ വേണ്ടത്? ബേസിക്കലി ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വേണം. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് 0. പിന്നെന്താ? ഐഡിയ ഉണ്ട്, നോളജ് ഉണ്ട്, കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഫണ്ട് ചെയ്യാൻ ആരെങ്കിലും വേണം. ഫണ്ട് ചെയ്യാനുമില്ല. സോ ഈ ഫണ്ട് ചെയ്താലും എത്രമാത്രം ഫണ്ട് ചെയ്യും? ആ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആ ബിസിനസ് എൻഹാൻസ് ആയി വരുന്ന സമയത്ത് ഈ ഫണ്ട് റീഫണ്ട് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആയിരിക്കാം, വാട്ടെവർ, ഷെയർ ഹോൾഡർ ആയിരിക്കാം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് കോടികളുടെ ആസ്തി, ലക്ഷറിയസ് ജീവിതം, ഇപ്പോൾ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നു, ഇപ്പം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ ഒരു കഴിഞ്ഞ 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ ഒരു അനാലിറ്റിക്കൽ സ്റ്റഡി നമ്മൾ നോക്കണം. ഒരാളെ കൂടെ നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ, അപ്പോൾ അവർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആളാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജീവിതം അടുത്ത 2 or 3 തലമുറ നശിച്ചു പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. കഴിവതും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നെക്സ്റ്റ് ജനറേഷൻ, നമ്മുടെ കുട്ടികളാണ് ഇത് അനുഭവിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾക്കകത്തും പോകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഈ ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഈവിൾ സ്പിരിറ്റിനെ നമുക്ക് ഓർഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരോട് ഓർഡർ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെ നമ്മുടെ കൂടെ നിർത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് തിരിച്ചു പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നതായിരിക്കും, അല്ലേ? അല്ല, തിരിച്ച് പോകണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന മീഡിയം ആരാണോ ഈവിൾ സ്പിരിറ്റിനെ വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ആ മീഡിയത്തിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? 2, മീഡിയം പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഒരു വിഭാഗം സോൾസ് ആയിരിക്കും. അല്ലെങ്കിൽ ആ ഈവിൾ സ്പിരിറ്റിൻ്റെ ഏറ്റവും വലിയ നല്ലൊരു മീഡിയമായിരിക്കും ഈ പറയുന്ന ശരീരം. പോകുന്നില്ല, എന്ത് ചെയ്യും? വേറൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേ ദിവസം കൂടെ ഉണ്ടാവും. ലാസ്റ്റ് നമ്മുടെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ആ സ്പിരിറ്റായിരിക്കും. എന്ത് ചെയ്യണം, ചെയ്യണ്ട, നമ്മൾ പല സിനിമകളും കാണുന്നില്ലേ? പോയിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പല നാശങ്ങളല്ലേ വരുന്നത്. അപ്പം കഴിവതും ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മൾ എന്തിനാ പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പലരുടെയും അറിവില്ലായ്മയാണ്. പിന്നെ ഒന്ന് ജീവിതത്തിലുണ്ടാകുന്ന ഒരു നിയോഗമാണ്. അതായത് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ അനുഭവിച്ച സംഭവങ്ങൾ ഈ ജന്മങ്ങളിൽ ഇവിടെ കർമ്മം തീർത്ത് വരുമ്പോൾ മുമ്പ് ആരെയോ വേദനിപ്പിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഇവിടെ ഇവിൾ സ്പിരിറ്റിൻ്റെ ശരീരത്തിൽ കൊണ്ട് കയറ്റുന്നത്. പല കർമ്മങ്ങളാണ്. പക്ഷേ അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ് ആ സോൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാൽ 2-3 തലമുറ ഉണ്ടല്ലോ പൂർണ്ണമായിട്ടും അനുഭവിക്കുക. അങ്ങനെ ഒരാൾക്കും വരാതിരിക്കട്ടെ, തിരിച്ചറിവ് ഉണ്ടാകട്ടെ. അതിലേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ.